റോമിലെ ബിഷപ്പും ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ സഭയുടെ നേതാവുമായ മാർപ്പാപ്പയുടെ ചരിത്രം ഏകദേശം 2000 വർഷത്തോളം നീണ്ടുനിൽക്കുന്നു. ക്രിസ്തുമതത്തിന്റെയും പാശ്ചാത്യ നാഗരികതയുടെയും ചരിത്രത്തിൽ മാർപ്പാപ്പയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. കത്തോലിക്ക പാരമ്പര്യമനുസരിച്ച് ആദ്യത്തെ മാർപ്പാപ്പയായി കണക്കാക്കപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ വിശുദ്ധനായ പത്രോസിലാണ് മാർപ്പാപ്പ പദവി ആരംഭിച്ചത്. ആദ്യകാല മാർപ്പാപ്പമാർ പ്രാഥമികമായി ആത്മീയ നേതാക്കളായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾ നിരന്തരം പീഡനം ഏറ്റിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മിലാൻ ശാസനത്തിലൂടെ AD 313 ക്രിസ്തുമതം നിയമവിധേയമാക്കി. ഇത് സഭയുടെ ശക്തിയുടെ വളർച്ചയിലേക്ക് നയിച്ചു. AD 380 തിയോഡോഷ്യസ് ഒന്നാമൻ ചക്രവർത്തി ക്രിസ്തുമതത്തെ സംസ്ഥാന മതമായി പ്രഖ്യാപിച്ചു. ഇത് പോപ്പിന്റെ പങ്ക് കൂടുതൽ ഉയർത്തി. ലിയോ ഒന്നാമൻ മാർപ്പാപ്പ പത്രോസിന്റെ പിൻഗാമിയെന്ന നിലയിൽ മാർപ്പാപ്പയുടെ പങ്കിനെ ഊന്നിപ്പറയുകയും പാപ്പായുടെ ആത്മീയ അധികാരം ഉറപ്പിക്കുകയും ചെയ്തു. 8ാം നൂറ്റാണ്ട് മുതൽ 1870 വരെ മധ്യ ഇറ്റലിയിലെ ഒരു വലിയ പ്രദേശമായ പേപ്പൽ സംസ്ഥാനങ്ങളുടെ മേൽ പോപ്പ് ഭരിച്ചു. മാർപ്പാപ്പയുടെ പരമാധികാര അധികാരത്തിൻ കീഴിലുള്ള പ്രദേശങ്ങളുടെ ഒരു ശേഖരമായിരുന്നു പാപ്പൽ സംസ്ഥാനങ്ങൾ. ഈ പ്രദേശങ്ങളിൽ മാർപ്പാപ്പ മതപരവും രാഷ്ട്രീയവുമായ നേതാവായിരുന്നു. പൂർണ്ണ രാഷ്ട്രീയ നിയന്ത്രണം പ്രയോഗിച്ചു. 1870 ഇറ്റാലിയൻ രാജ്യം അവരെ പിടിച്ചടക്കിയതോടെ പാപ്പൽ സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു. ഇത് നേരിട്ടുള്ള മാർപ്പാപ്പയുടെ രാഷ്ട്രീയ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഈ പ്രദേശങ്ങളുടെ നഷ്ടം മാർപ്പാപ്പയ്ക്ക് പരിമിതമായ താൽക്കാലിക അധികാരം നൽകി, പ്രധാനമായും വത്തിക്കാനിൽ മാത്രമായി ഒതുങ്ങി. 1929 ഹോളി സീയും ഇറ്റലിയും തമ്മിൽ ലാറ്ററൻ ഉടമ്പടി ഒപ്പുവച്ചു. വത്തിക്കാൻ സിറ്റി ഒരു സ്വതന്ത്ര നഗരരാഷ്ട്രമായി സ്ഥാപിച്ചു. വത്തിക്കാനിൽ മാർപ്പാപ്പ ഇപ്പോഴും പരമാധികാരം കൈവശം വച്ചിരിക്കുമ്പോൾ ഇത് ഒരു ചെറിയ സ്വതന്ത്ര രാഷ്ട്രമാണ്. ഒരു വലിയ രാജ്യത്തെയും ഭരിക്കുന്നതിലേക്ക് വ്യാപിക്കുന്നില്ല. അതിനാൽ ഒരു കാലത്ത് മാർപ്പാപ്പ ഒരു വലിയ പ്രദേശം ഭരിച്ചപ്പോൾ ഇന്ന് മാർപ്പാപ്പയുടെ അധികാരം പ്രധാനമായും ആത്മീയവും പ്രതീകാത്മകവുമാണ്. രാഷ്ട്രീയ ഇടപെടൽ വത്തിക്കാൻ നഗരത്തിലും അതിന്റെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് മതപരമായ കാര്യങ്ങളിലും ധാർമ്മിക അധികാരത്തിലും ആഗോള നയതന്ത്രത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 1 ബില്യണിലധികം കത്തോലിക്കരുടെ ആഗോള ആത്മീയ നേതാവായി മാർപ്പാപ്പ നിലനിൽക്കുന്നു. മാർപ്പാപ്പയുടെ സ്വാധീനം ലോകമെമ്പാടും അനുഭവപ്പെടുന്നു, പ്രത്യേകിച്ച് വിശ്വാസം, സാമൂഹിക നീതി, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയിൽ. മാർപ്പാപ്പയുടെ പങ്ക് ശക്തനായ ഒരു രാഷ്ട്രീയ ഭരണാധികാരിയിൽ നിന്ന് പ്രാഥമികമായി ഒരു ആത്മീയ നേതാവായി പരിണമിച്ചു. വത്തിക്കാൻ അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന സ്വാധീനം ആഗോള കത്തോലിക്ക മതത്തെ രൂപപ്പെടുത്തുകയും ധാർമ്മികത, സമാധാനം, മനുഷ്യാവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഗോള ചർച്ചകൾക്ക് സംഭാവന നൽകുകയും ചെയ്തുപോരുന്നു.